നമസ്കാരം. രാജ്യത്തിന്റെ സ്ഥാപകർ 250 വർഷങ്ങൾക്ക് മുമ്പ് വിഭാവനം ചെയ്ത സ്വാതന്ത്ര്യവും ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കണമെന്ന് ആഹ്വാനം ചെയ്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുരോഗമന നിലപാടുള്ള ഡെമോക്രാറ്റിക് നേതാക്കളിൽ നിന്നും ഉയരുന്ന കമ്മ്യൂണിസ്റ്റ് ഭീഷണിക്കെതിരെയാണ് ഈ സംരക്ഷണം ആവശ്യമാകുന്നതെന്നാണ് ട്രംപിന്റെ നയം. രാജ്യത്തിനുള്ളിൽ വീണ്ടും ഒരു കമ്മ്യൂണിസ്റ്റ് ഭീഷണി ഉയർന്നു വരികയാണെന്നും ട്രംപ് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിന്റെ 250-ാം വാർഷികത്തോട് അനുബന്ധിച്ച് മൗണ്ട് റഷ്മോറിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ്. ഈ മഹത്തായ നേതാക്കളുടെ സ്മാരകത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ വിശാലവും ധീരവും മഹത്വപൂർണവും ശക്തവുമായ ഒരു അമേരിക്കയെ വീണ്ടും പടുത്തുയർത്തുമെന്ന് നാം പ്രതിജ്ഞ ചെയ്യുന്നു. അത് എളുപ്പമുള്ള കാര്യമല്ല എങ്കിലും നാം അത് സാധ്യമാക്കും. നമ്മുടെ രാജ്യത്തേക്ക് പുതുതായി എത്തുന്ന ചിലർ നമ്മുടെ ജീവിത രീതിക്കും അമേരിക്കയുടെ വിജയത്തിനും പൂർണ്ണമായി വിരുദ്ധമായ ആശയങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഈ സാഹചര്യം ഒരിക്കലും അനുവദിക്കാൻ കഴിയുന്നതല്ല. ഇതായിരുന്നു ട്രംപിന്റെ പ്രതികരണം. അതായത് കമ്മ്യൂണിസ്റ്റ് ഭീഷണി എന്ന വിവരണത്തെ കുടിയേറ്റവുമായി ബന്ധപ്പെടുത്തിയായിരുന്നു ട്രംപിന്റെ വക വ്യാഖ്യാനമെത്തിയത്. അമേരിക്കയിലേക്ക് പുതുതായി എത്തുന്ന ചില കുടിയേറ്റക്കാരാണ് ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നും അത്തരക്കാരെ രാജ്യത്തു നിന്നും പുറത്താക്കണമെന്നും ട്രംപ് ആവശ്യപ്പെടുന്നുണ്ട്. അമേരിക്കൻ പൗരന്മാർ കമ്മ്യൂണിസത്തെ വേഗത്തിൽ പരാജയപ്പെടുത്തുമെന്ന് ഇന്ന് നാം പ്രതിജ്ഞ ചെയ്യുന്നു. അത്തരക്കാരെ രാജ്യത്തിൽ നിന്നും പുറത്താക്കുകയും അമേരിക്കയെ മുൻപത്തേക്കാൾ വലുതും മികച്ചതും ശക്തവുമായ രാജ്യമായി മാറ്റുകയും ചെയ്യും. അമേരിക്ക ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാകില്ല എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. അമേരിക്കക്കാർ തുടർച്ചയായ വിലക്കയറ്റവും ഇന്ധനവില വർധനവും നേരിടുന്ന ഈ സാഹചര്യത്തിൽ ഈ സാമ്പത്തിക സാഹചര്യങ്ങളെ കുറിച്ചും ട്രംപിന്റെ പ്രസംഗത്തിൽ പരാമർശമുണ്ടായിരുന്നു. ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റുകളുടെ വിജയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരാഴ്ചയായി ഉന്നയിച്ചു വരുന്ന വിമർശനങ്ങളുടെ തുടർച്ചയാണ് ട്രംപ് നടത്തിയതെന്നായിരുന്നു വിലയിരുത്തൽ. അടുത്തിടെ വിവിധ സംസ്ഥാനങ്ങളിലെ ഡെമോക്രാറ്റിക് പ്രൈമറിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ നേടിയ വിജയങ്ങൾ റിപ്പബ്ലിക്കൻ നേതാക്കൾ പ്രധാന രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തിക്കാട്ടുന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു ട്രംപിന്റെ വക പ്രതികരണമെത്തിയത്. കഴിഞ്ഞയാഴ്ച ന്യൂയോർക്ക് സിറ്റിയിലും തുടർന്ന് കൊളഡാറോയിലും നടന്ന ഡെമോക്രാറ്റിക് പ്രൈമറികളിൽ നിന്നും 3 ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റുകൾ ഉൾപ്പെടെ 4 പുരോഗമന സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്നു. കൂടാതെ അമേരിക്കൻ കിഴക്കൻ സംസ്ഥാനങ്ങളായ കെന്റക്കി, ന്യൂജേഴ്സി, ഓഹിയോ, പെൻസിൽവാനിയ എന്നിവിടങ്ങളിലും പുരോഗമന പക്ഷത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ ശ്രദ്ധേയമായ നേട്ടം കൈവച്ചിരുന്നു. എന്തായാലും രാജ്യം സ്ഥാപിതമായതിനു ശേഷം അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയായിരുന്നു ഇതെന്നാണ് ട്രംപിന്റെ വാദം. എന്തായാലും ഈ വിജയങ്ങളെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എങ്ങനെയായാലും ട്രംപിന് അതായത് അമേരിക്കയിൽ നിന്നും കമ്മ്യൂണിസത്തെ തുരത്തുക എങ്ങനെയും ഏതുവിധേനയും കമ്മ്യൂണിസത്തെ തുടച്ചു നീക്കുക എന്ന പ്രഖ്യാപിതവുമായാണ് ട്രംപ് എത്തിയിരിക്കുന്നത്.